എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇന്നേ ദിവസങ്ങളിൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ അറിയിപ്പ്, മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ ജൂൺ 2-ന് തുറക്കുന്നതാണ്. സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവം ആലപ്പുഴയിൽ നടക്കുമെന്നും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചിരിക്കുകയാണ്. സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ വിശദീകരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും ഈ മാസം 20-ന് PTA യോഗം ചേരേണ്ടതാണ്. മെയ് 25-26 തീയതികളിൽ സ്കൂളുകളിൽ ശുചീകരണ പ്രവർത്തനം നടത്തണമെന്നും ക്ലാസുകളും പരിസരങ്ങളും വൃത്തിയാക്കണമെന്നും PTA അധ്യാപകരും മറ്റ് തദ്ദേശീയ സ്ഥാപനങ്ങളും സുരക്ഷാ അവലോകനം നടത്തണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുടിവെള്ളത്തിൻ്റെ നിലവാരം ഉറപ്പാക്കേണ്ടതാണ്. സ്കൂൾ ബസ്സുകളുടെ ഫിറ്റ്നസ്സും കുട്ടികളെത്തുന്ന വാഹനങ്ങൾ എന്നിവയ്ക്കുള്ള സുരക്ഷിതത്വമുണ്ടോ എന്നുള്ള കാര്യങ്ങളും ഉറപ്പാക്കേണ്ടതാണ്. ക്ലാസ് മുറികളുടെ സുരക്ഷയും ഉറപ്പുവരുത്തേണ്ടതാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്ന സ്കൂളുകളിൽ ഫിറ്റ്നസ് ഉറപ്പാക്കേണ്ടതാണ്. 1-ാം ക്ലാസ് പ്രവേശനത്തിന് എൻട്രൻസ് പരീക്ഷ നടത്തുവാൻ പാടില്ല എന്നും PTA അനധികൃത പിരിവും അനുവദിക്കില്ല എന്നും മന്ത്രി ശിവൻകുട്ടി അറിയിച്ചിരിക്കുകയാണ്. അടുത്ത അറിയിപ്പെന്ന് പറയുന്നത്, ഹയർ സെക്കൻഡറി കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ള വിജ്ഞാപനം വിദ്യാഭ്യാസ വകുപ്പ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. സർക്കാർ സ്കൂളുകളിലെ മുഴുവൻ സീറ്റുകളിലേക്കും എയ്ഡഡ് സ്കൂളിലെ മാനേജ്മെൻറ്റ് കമ്മ്യൂണിറ്റി കോട്ട ഒഴികെയുള്ള മുഴുവൻ മെറിറ്റ് സീറ്റുകളിലേക്കും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിൽ നടത്തുന്ന ഏകജാലക പ്രവേശനത്തിലൂടെയാണ് അലോട്ട്മെൻറ്റ് നടക്കുന്നത്. മാനേജ്മെൻറ്റ് കമ്മ്യൂണിറ്റി കോട്ടകളിൽ സ്കൂൾ തലത്തിൽ അപേക്ഷിക്കേണ്ടതാണ്. ഏകജാലക പ്രവേശനത്തിനുള്ള വിജ്ഞാപനവും പ്രോസ്പെക്ട്സും പ്രവേശന പോർട്ടലിൽ ലഭ്യമാണ്. ഓൺലൈൻ വഴി മെയ് 14 മുതൽ 20 വരെ അപേക്ഷിക്കാവുന്നതാണ്. ട്രയൽ അലോട്ട്മെൻറ്റ് മെയ് 24-നും ആദ്യ അലോട്ട്മെൻറ്റ് ജൂൺ 2-നും നടത്തുന്നതാണ്. അതിനാൽ വിദ്യാർത്ഥികൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത അറിയിപ്പെന്ന് പറയുന്നത്, വിദ്യാഭ്യാസ വർഷം കൂടി ആരംഭിക്കുകയാണ്. ജൂൺ 2-ന് സ്കൂളുകൾ തുറക്കുന്നതാണ്. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ സ്കോളർഷിപ്പുകൾക്കൊക്കെ ആയിട്ടുള്ള സമയം കൂടിയാണ് വരുന്നത്. സ്കോളർഷിപ്പ് തുക കൃത്യമായിട്ട് കൈകളിലേക്കും അക്കൗണ്ടുകളിലേക്കും എത്തുന്നതിന് വേണ്ടിയിട്ട് ആധാർ അപ്ഡേറ്റ് നിർബന്ധമാണ്. 5 വയസ്സിന് മുമ്പ് എടുത്തിട്ടുള്ള ബാല ആധാർ കാർഡ് കൃത്യമായിട്ടും നിലവിലിപ്പോൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. ഈ നീല ആധാർ കാർഡ് 5 വയസ്സിന് ശേഷം പുതുക്കേണ്ടതാണ്. അപ്പോഴാണ് കുട്ടികളുടെ ബയോമെട്രിക് ആധാർ ചേർക്കേണ്ടത്. അതിനാൽ 5 വയസ്സിന് ശേഷം ആധാർ പുതുക്കേണ്ടതാണ്. പിന്നീട് 15 വയസ്സിന് ശേഷവും ഇത് പുതുക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ കുട്ടികൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ. മാത്രമല്ല, കുട്ടികളുടെ ആധാർ മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടില്ല എങ്കിൽ അത് കൃത്യമായിട്ടും ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത അറിയിപ്പെന്ന് പറയുന്നത്, PM കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെടുത്തിയുള്ളതാണ്. PM കിസാൻ സമ്മാൻ നിധിയുടെ KYC പല ആളുകൾക്കും വീണ്ടും ചെയ്യണമെന്ന് SMS ഒക്കെ വന്നിട്ടുണ്ടാകും. ചില ആളുകൾക്ക് മെസ്സേജ് വന്നിട്ടുണ്ടാകില്ല. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റസ് പരിശോധിച്ച് കൃത്യമായിട്ട് ഇക്കാര്യം ചെയ്യണോ വേണ്ടയോ എന്ന് പരിശോധിക്കേണ്ടതാണ്. PM കിസാൻ്റെ വെബ്സൈറ്റിൽ ആധാർ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്തതിന് ശേഷം ബെനിഫിഷ്യറി സ്റ്റാറ്റസ് പരിശോധിക്കാവുന്നതാണ്. ഇത്തരത്തിൽ സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ നമ്മൾ KYC ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. KYC റിക്വസ്റ്റ് വന്നിട്ടുള്ളവർ ഈ KYC നടപടികൾ പൂർത്തീകരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമേ ഈ ഒരു തുക നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കുകയുള്ളൂ. എല്ലാവർക്കും KYC റിക്വസ്റ്റ് വരുന്നില്ല. ചില ആളുകൾക്ക് മാത്രമാണ് നിലവിലിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിനാൽ എല്ലാവരും സ്റ്റാറ്റസ് പരിശോധിക്കാൻ മറക്കാതിരിക്കുക. അതോടൊപ്പം തന്നെ PM കിസാൻ്റെ 20ാമത്തെ ഗഡുവിൻ്റെ വിതരണ കാലാവധി ആരംഭിച്ചിരിക്കുകയാണ്. അടുത്ത മാസം, അതായത് ജൂൺ മാസത്തോടുകൂടി തന്നെ ഈ 2000 രൂപ PM കിസാൻ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ അറിയിപ്പുകൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.